ഋഷഭ് ഷെട്ടി നായകനായി 2022 പുറത്തിറങ്ങിയ കാന്താര എന്ന ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഒന്നായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കാന്താര 2-നായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്നാൽ സിനിമാ പ്രേമികളെയും മലയാളികളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കാന്താര 2 ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ച മുതൽ പലതരം വെല്ലുവിളികളും ദുരന്തങ്ങളുമാണ് അണിയറ പ്രവർത്തകരെ പിന്തുടരുന്നത്. ഇത് കാന്താര സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുതരം ദുരൂഹതകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോട്ട് അപകടമാണ് ഈ ദുരൂഹത വർദ്ധിപ്പിച്ചത്. ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ 30-ലേറെ പേർ സഞ്ചരിച്ച ബോട്ട് കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ മണി റിസർവോയറിൽ മറിയുകയായിരുന്നു. ഋഷഭും അണിയറ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ബോട്ട് റിസർവോയറിന്റെ ആഴം കുറഞ്ഞ ഭാഗത്താണ് മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായെന്ന് പറയാം. ബോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ ക്യാമറ ഉൾപ്പെടെയുള്ള പ്രധാന ഷൂട്ടിംഗ് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തീർത്ഥഹള്ളി പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല കാന്താര 2 സെറ്റിൽ നിന്ന് ദുരന്ത വാർത്തകൾ എത്തുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം ഇതിനോടകം 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മലയാള നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജു അന്തരിച്ചത്. ചിത്രത്തിന്റെ ബംഗളൂരുവിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു മരണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരുക്കിയ ഹോം സ്റ്റേയിൽ വെച്ച് പുലർച്ചെ നിജുവിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിന് തൊട്ടു മുൻപാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന്റെ മെഹന്തി ചടങ്ങിനിടെയാണ് രാകേഷ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ മാസമാണ് വൈക്കം സ്വദേശിയായ മലയാളി യുവാവ് MF കപിൽ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചത്. സഹപ്രവർത്തകരുമായി നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണങ്ങൾ കൂടാതെ മറ്റു ചില സംഭവങ്ങൾ സെറ്റിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. ചിലർക്ക് പരിക്കേറ്റെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമായിരുന്നില്ല. ഈ അപകടത്തെ തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കുറച്ചു ദിവസം നിർത്തിവെച്ചിരുന്നു. അതുപോലെ മോശം കാലാവസ്ഥയെ തുടർന്ന് സിനിമയ്ക്കായി നിർമ്മിച്ച വലിയൊരു സെറ്റ് തകർന്നു വീണതും ചിത്രീകരണത്തിന് വെല്ലുവിളിയായിരുന്നു. ഈ സെറ്റിന് വലിയ ചെലവുണ്ടായിരുന്നു. കൂടാതെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രദേശവാസികളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ തുടർച്ചയായ അപകടങ്ങളും മരണങ്ങളും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുമ്പോൾ പലരും പലതരം വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ദൈവകോപമാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങളുടെ ഭാഗമായ കലാരൂപങ്ങൾ പ്രധാന വിഷയമായ കാന്താര 1-ാം ഭാഗം വലിയ വിജയമായിരുന്നു. അതിനാൽ ദൈവങ്ങളെ കുറിച്ചുള്ള സിനിമ എടുത്തതിനാലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തുടർച്ചയാകുന്നത് എന്നാണ് ഈ വിഭാഗം വാദിക്കുന്നത്.
തുടർച്ചയായ ദുരന്തങ്ങളെ അതിജീവിച്ച് കാന്താര 2 വിജയകരമായി പൂർത്തിയാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം. ഈ സിനിമയുടെ സെറ്റിൽ നടക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് വെറും യാദൃച്ഛികതയാണോ അതോ മറ്റു വല്ല കാരണങ്ങളുമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.